Good morning. Next we can see the formation of a contract of sale. So, Section 4 of the Sale of Goods Act defines a contract of sale, and Section 5 deals with the formalities required for making that contract. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഇസ് മെയ്ഡ് ബൈ എ ബയർ ഓഫറിംഗ് ടു ബൈ ആൻഡ് എ സെല്ലർ ഓഫറിംഗ് ടു സെൽ ഗുഡ്സ് ഫോർ എ പ്രൈസ്. Okay, and the other party accepting such offer. But every contract thus involves two parties. അതായത് ഒരു ഓഫററും ഉണ്ടാവും, അതേമാതിരി അപ്പുറത്തെ സൈഡിൽ ആരുണ്ടാവും, ഒരു ആക്സെപ്റ്ററും. ഓക്കെ, അപ്പോൾ അവിടെ സെല്ലർ ഓഫർ ചെയ്യുന്നു, ബയർ എന്താക്കുന്നത്, ആക്സെപ്റ്റ് ടു ബൈ, ആൻഡ് ദ കൺസിഡറേഷൻ ഷുഡ് ബി പ്രൈസ്. സോ ദ പാർട്ടീസ് മേ അഗ്രി ദംസെൽസ് ആസ് റിഗാർഡ്സ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഓർ പേയ്മെൻറ്റ് ഓഫ് ദി പ്രൈസ്. അപ്പം അവർ ഒന്നുകിൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ഡെലിവറി ആവാം, ചിലപ്പോൾ ഫ്യൂച്ചർ ഡെലിവറി ആവാം, അങ്ങനെയൊക്കെ പറഞ്ഞെങ്ങാണ്ട് അവർ ഒരു എഗ്രിമെൻറ്റിൽ എത്തുക ചെയ്യുക, ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതും അതേമാതിരി പേയ്മെൻറ്റ് ഓഫ് പ്രൈസും. അപ്പോൾ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ മേ ബി ഇൻ റൈറ്റിംഗ് ഓർ ബൈ ഓറൽ ആവാം, ബൈ വേർഡ്സ് ഓഫ് മൗത്ത്. സോ ഇറ്റ് മേ ബി മെയ്ഡ് പാർട്ട്ലി ഇൻ റൈറ്റിംഗ് ഓർ പാർട്ട്ലി ബൈ വേർഡ്സ് ഓഫ് മൗത്ത്. സോ ഇറ്റ് മേ ഓൾസോ ബി ഇംപ്ലൈഡ് ഫ്രം ദ കോൺടാക്റ്റ് ഓഫ് ദി പാർട്ടീസ്. അതായത് എക്സ്പ്രസ് കോൺട്രാക്റ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 6 പറയുന്നത് ഇതാണ്. എന്താണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്? ഗുഡ്സ് ആണ്. നമ്മൾ പഠിച്ച് ഗുഡ്സ് എന്താണ് എന്നുള്ളതും അതിൻ്റെ ഡെഫിനേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഗുഡ്സ് ആർ ഓഫ് 3 ടൈപ്സ്. ദേ ആർ എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ് ആൻഡ് കണ്ടിൻജൻറ്റ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോണത് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്താണെന്ന് നോക്കാം, അതിൻ്റെ വെറൈറ്റീസ് നോക്കാം. അപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Goods owned and possessed by the seller at the time of making of contract of sale are called existing goods. അതായത് ഗുഡ്സ് എക്സിസ്റ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ and which are owned or possessed by a seller are called existing goods. മനസ്സിലായോ? കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഗുഡ്സ് ആരുടെ കയ്യിലുണ്ടാവും? സെല്ലറുടെ കയ്യിലുണ്ടാവും. അത് സെല്ലർ ഓൺ ചെയ്തിരിക്കുന്നുണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഗുഡ്സിനെയാണ് എക്സിസ്റ്റിംഗ്, നിലവിലുള്ള ഗുഡ്സ് സെല്ലറുടെ കയ്യിൽ. ഓക്കെ, അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആർ ഓഫ് 3 ടൈപ്സ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? സ്പെസിഫിക് ഗുഡ്സ് വരുന്നുണ്ട്, അൺഎസർട്ടൈൻ ഗുഡ്സ്, എസർട്ടൈൻ ഗുഡ്സ്. അപ്പോൾ ഇത് മൂന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സെക്ഷൻ 214 പറയുന്നത് സ്പെസിഫിക് ഗുഡ്സ് മീൻസ് ഗുഡ്സ് ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ അറ്റ് ദ ടൈം എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഇസ് മെയ്ഡ്. അതായത് ഈ ഗുഡ്സ് എന്താക്കിയിട്ടുണ്ടാവും? ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും, എഗ്രി ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഇതാണ് പറയുന്നത്. സ്പെസിഫിക് ഗുഡ്സ് ആർ ദോസ് വിച്ച് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ ബൈ ദ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഇപ്പം നിങ്ങളൊരു കാറിൻ്റെ ഷോറൂമിൽ പോകുന്നു, മാരുതി കാറാണ്, അവിടെ പലതരത്തിലുള്ള കാറുകളുണ്ടാവും, മോഡൽസ് ഉണ്ടാവും. അപ്പോൾ ആഫ്റ്റർ ഡിസ്കസിങ് വിത്ത് എ സെയിൽസ് മാനേജർ യു ഡിസൈഡ്സ് ടു ബൈ എ മാരുതി ഡിസയർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഏതാണ് ആ സ്പെസിഫിക് കാർ എന്നുള്ളത്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സ്പെസിഫിക് ഗുഡ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു? ഗുഡ്സ് അസർട്ടൈൻ ചെയ്യുന്നു, ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് വിച്ച് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ആൻഡ് അഗ്രീഡ് അപ്പോൺ ബൈ ദ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഇനി എക്സിസ്റ്റിംഗ് ഗുഡ്സിൽ വരുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഇതാണ്, അൺഎസർട്ടൈൻ ഗുഡ്സ്. അൺഎസർട്ടൈൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ വേർഡിൽ തന്നെ നിങ്ങൾ മനസ്സിലായിക്കോളൂ, ജനറിക് ഗുഡ്സ് ആണ്. അതായത് ഗുഡ്സ് ഡിഫൈൻഡ് ബൈ എ ഡിസ്ക്രിപ്ഷൻ ഓർ ഈവൻ ബൈ സാമ്പിൾസ്. അപ്പോൾ അൺഎസർട്ടൈൻ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ഹാവ് നോട്ട് ബീൻ ഐഡൻറ്റിഫൈഡ് ആൻഡ് അഗ്രീഡ് അപ്പോൺ അറ്റ് ദ ടൈം ഓഫ് ദി കോൺട്രാക്റ്റ്. എന്ത് ചെയ്തിട്ടില്ല?
കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഗുഡ്സ് ഏതൊക്കെയാണെന്ന് തരംതിരിച്ചിട്ടില്ല. ദീസ് ഗുഡ്സ് ആർ ഇൻ സ്റ്റോക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഇൻ സ്റ്റോക്ക് ആൻഡ് ദ ബയർ ഹാസ് ഗോട്ട് ഓൺലി എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഇറ്റ് ഫ്രം ദ സെല്ലർ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. അപ്പോൾ ഈ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഫോം ചെയ്യുന്ന സമയത്ത് ഈ സെല്ലർ ഇതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആര് കണ്ടിട്ടൊന്നുമില്ല, ബയർ കണ്ടിട്ടോ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടോ ഒന്നുമില്ല. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺഎസറ്റൈൻ ഗുഡ്സ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സെല്ലറുടെ കയ്യിലുണ്ട്, പക്ഷേ ആര് ഇതാക്കിയിട്ടില്ല, ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ അറ്റ് ദ ടൈം ഓഫ് ദി കോൺട്രാക്ട്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു 2 വീലർ വാങ്ങണം. അപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിലൊക്കെ വന്നിട്ട് ഡിഫറെൻറ്റ് 2 വീലേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എല്ലാ മോഡൽസും നിങ്ങൾക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അവസാനമായപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് തീരുമാനിച്ച് ഒരു ആക്സസ് എടുക്കാം, ആക്സസ് 125 എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളതിനെ കണ്ടിട്ടൊന്നുമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്താണ്, അൺഎസറ്റൈൻ ഗുഡ്സ്. ഗുഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സെല്ലറുടെ അടുത്ത്, പക്ഷെ നിങ്ങൾ എന്താക്കിയിട്ടില്ല, അത് എസറ്റൈൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ഏതാണ് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എക്സിസ്റ്റിംഗ് ഗുഡ്സിൽ വരുന്ന മൂന്നാമത്തെ ടൈപ്പാണ് എസറ്റൈൻ ഗുഡ്സ് എന്ന് പറയും. എസറ്റൈൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതെന്താക്കിയിട്ടുണ്ട്, ഗുഡ്സ് ഐഡൻറ്റിഫൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് എഗ്രിമെൻറ്റ് ആഫ്റ്റർ ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഇസ് മെയ്ഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, വെൻ ഗുഡ്സ് ആർ സെലക്റ്റഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ഫ്രം എ മാസ് ഓഫ് അൺഎസറ്റൈൻ ഗുഡ്സ്, ദേ ആർ കോൾഡ് എസറ്റൈൻ ഗുഡ്സ്. അതായത് ഇപ്പം ഒരു കുറേ വണ്ടികൾ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഒരു 100 വണ്ടികളുണ്ട്. അതിൽ നിന്ന് നിങ്ങളൊരു 4 എണ്ണം മാത്രം സെലക്ട് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായല്ലോ? ആഫ്റ്റർ മേക്കിംഗ് ദ കോൺട്രാക്ട് ദ വെഹിക്കിൾസ് വെയർ ടു ബി ഡെലിവേർഡ്. നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്താക്കുന്നുള്ളൂ, ഈ ഇത് തരുന്നുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഇതിലെന്താ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു സാധനങ്ങൾ. അൺഎസറ്റൈൻ ഗുഡ്സ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഏതാ വാങ്ങുന്നതെന്ന് വെച്ചാൽ അത് എസറ്റൈൻ ചെയ്യുന്നു. നിങ്ങൾ ടെക്സ്റ്റിലൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ ഹാഡ് 30 ചെയർസ് ഓഫ് ദ സെയിം കൈൻഡ് ആൻഡ് ഓഫേഴ്സ് ടു സെൽ 15. 30 എണ്ണത്തിൽ നിന്ന് 15 എണ്ണ വിൽക്കാൻ പോണത് ചെയർ. അപ്പോൾ ദ ഗുഡ്സ് ആർ എസറ്റൈൻഡ് ഓൺലി വെൻ 15 പെർട്ടിക്കുലർ ചെയർസ് ബി അപ്രോപ്രിയേറ്റ് ടുവേർഡ്സ് കോൺട്രാക്ട്. മനസ്സിലായല്ലോ? സോ ഓൺ അപ്രോപ്രിയേഷൻ ദ ഗുഡ്സ് ബിക്കം എസറ്റൈൻ. നിങ്ങൾ അതിൽ നിന്ന് 30 എണ്ണത്തിൽ നിന്ന് 15 എണ്ണം തിരഞ്ഞെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതെന്തായി, എസറ്റൈൻഡ് ആയി. അപ്പം ഇങ്ങനെയാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആർ ഓഫ് 3 ടൈപ്സ്. ഏതൊക്കെയാണ്? ആദ്യം എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് 3 ടൈപ്പ്: സ്പെസിഫിക്, എസറ്റൈൻഡ്, അൺഎസറ്റൈൻഡ്. ഓക്കെ. ഇനി വേറൊരു ടൈപ്പ് ഓഫ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് കൂടാതെ വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഗുഡ്സ് ആണ്. ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 2(6) പറയുന്നത്, ഫ്യൂച്ചർ ഗുഡ്സ് റെഫേഴ്സ് ടു ഗുഡ്സ് വിച്ച് ആർ ഗോയിങ് ടു ബി മാനുഫാക്ചേർഡ് ഓർ എക്വയർഡ് ബൈ ദ സെല്ലർ ആഫ്റ്റർ മേക്കിംഗ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഇപ്പോൾ ഫേർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യം ഒരു കോൺട്രാക്റ്റൊക്കെ ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചില ഫർണിച്ചർ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തുണ്ടാക്കുമല്ലോ. അപ്പോൾ നമ്മൾ പറയും ഇത്ര രൂപയ്ക്ക് 50,000-ന് ഈ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന ഡിസൈനാന്നൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ ആദ്യം അവിടെ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഫോം ചെയ്യുന്നുണ്ട്, എന്നിട്ടേ ഉള്ളൂ അതിൻ്റെ മാനുഫാക്ചറിങ് അത് ചെയ്യാൻ പോകുന്നുള്ളൂ. മനസ്സിലാവുന്നു? അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫ്യൂച്ചർ ഗുഡ്സ്. അതായത് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഗുഡ്സ് ടു ബി മാനുഫാക്ചേർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ എക്വയർഡ് ബൈ ദി സെല്ലർ ആഫ്റ്റർ മേക്കിംഗ് ദി കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ഓൺലി ആൻ എഗ്രിമെൻറ്റ് ടു സെൽ. ഇവിടെ വിൽക്കുക എന്നുള്ളൊരു എഗ്രിമെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ നോ സെയിൽ ടേക്ക് പ്ലേസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ്. അപ്പോൾ ഫ്യൂച്ചർ ഗുഡ്സ് ഡു നോട്ട് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. അത് മനസ്സിലാക്കി വെക്കുക. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഫോം ചെയ്യുന്ന സമയത്ത് ഏത് സാധനങ്ങളില്ല, ഫ്യൂച്ചർ ഗുഡ്സ് സെല്ലറുടെ കയ്യിൽ ഉണ്ടാവില്ല. അതെന്ത് ഉണ്ടാക്കണം, ഇനി മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ. തേർഡ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഇസ് കണ്ടിൻജൻറ്റ് ഗുഡ്സ്. കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് ഫ്യൂച്ചർ ഗുഡ് ആസ് ദേ ആർ നോട്ട് ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
The seller's acquisition of goods depends on uncertain contingencies which may or may not take place. So the seller contracts to sell the goods conditionally only. മനസ്സിലായില്ല? അതായത് ഇപ്പോൾ ഗുഡ്സ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ തരാം. ഇപ്പോൾ ചില സമയത്ത് അങ്ങനെയൊക്കെ വരും. ഇഫ് ഗുഡ്സ് അറൈവ് ഇൻ ടൈം, അല്ലെങ്കിൽ ഇഫ് ക്രോപ്സ് മെച്യൂർ ആർ ഹാർവെസ്റ്റഡ്, ഓർ ഇഫ് ഹെൻസ് ലേ ദ എഗ്സ് ആസ് എക്സ്പെക്റ്റഡ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുമല്ലോ. ഇപ്പം ഈ വർഷം നല്ല നെല്ല് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ചാക്ക് നെല്ല് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ദീസ് കോൺട്രാക്ട്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ അൺസർട്ടൻ തിങ്സ് വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് ഗുഡ്സ് എന്ന് മനസ്സിലാക്കി വെക്കുക. എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ് ആൻഡ് കണ്ടിൻജൻറ്റ് ഗുഡ്സ്. ഇനി നമ്മൾ നോക്കാൻ പോണത് പെരിഷിങ് ഓഫ് ഗുഡ്സ് ആണ്. അത് അടുത്ത വീഡിയോ ആയി ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, ഇതിൽ തന്നെ കിടക്കട്ടെ. അപ്പോൾ പെരിഷിങ് ഓഫ് ഗുഡ്സിൽ എന്താ പറയുന്നത് വെച്ചാൽ പെരിഷിങ് ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ബിഫോർ മേക്കിംഗ് ഓഫ് ദി കോൺട്രാക്റ്റ്. അതായത് നിങ്ങൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ സ്പെസിഫിക് ഗുഡ്സ് പെരിഷ് ചെയ്യുകയാണെങ്കിൽ എന്താണ് റൂൾ എന്നുള്ളതാണ്. വെർ ദർ ഇസ് എ കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ആൻഡ് ഇഫ് ദേ പെരിഷ് വിത്തൗട്ട് ദ നോളജ് ഓഫ് ദ സെല്ലർ ഈവൻ ബിഫോർ ദ കോൺട്രാക്ട് ഇസ് മെയ്ഡ്, ദ കോൺട്രാക്ട് ബിക്കംസ് വോയിഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് മ്യൂച്വൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് റിഗാർഡിങ് ദ എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സ്പെസിഫിക് ഗുഡ്സ് ഉണ്ടാക്കി, അതായത് ഒരു വെള്ള കുതിരേനെ വിൽക്കാമെന്ന് പറഞ്ഞെങ്ങാണ്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി. പക്ഷേ സെല്ലർ അറിയുന്നില്ല കുതിരയ്ക്ക് അസുഖം വന്ന് ഇതായതൊന്നും, ഇപ്പം ഇല്ലാത്തതൊന്നും അറിയുന്നില്ല. അപ്പം അങ്ങനെയാവുന്ന സമയത്ത് ആ കോൺട്രാക്റ്റ് എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് വോയിഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് മ്യൂച്വൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഓക്കെ, ദെൻ ഗുഡ്സ് പെരിഷിങ് ബിഫോർ സെയിൽ ബട്ട് ആഫ്റ്റർ എഗ്രിമെൻറ്റ് ടു സെൽ. ഇപ്പം ഗുഡ്സ് എങ്ങനെയാണെന്ന് അറിയോ പെരിഷ് ചെയ്യുന്നത്? വിറ്റിട്ടില്ല, സെയിൽ നടന്നിട്ടില്ല, പക്ഷേ എഗ്രിമെൻറ്റ് ടു സെൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫ്യൂച്ചർ ഡേറ്റിൽ ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റ് മാത്രം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സെയിൽ നടന്നിട്ടില്ല, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. സെയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയുള്ളൊരു പെരിഷിങ് ആണെങ്കിൽ എന്താ ചെയ്യാന്നാണ് പറയുന്നത്? വേർ ദ കോൺട്രാക്ട് ഇസ് ഓൺലി ആൻ എഗ്രിമെൻറ്റ് ടു സെൽ ആൻഡ് ദ ഗുഡ്സ് വിത്തൗട്ട് എനി ഫോൾട്ട് ഓഫ് ഈതർ ദ സെല്ലർ ഓർ ബയർ പെരിഷ് സബ്സിക്വൻറ്റ് ടു ദ കോൺട്രാക്ട്, ദെൻ ഓൾസോ എഗ്രിമെൻറ്റ്സ് ബിക്കംസ് വോയിഡ്. രണ്ടാളുടെയും തെറ്റുകൊണ്ടല്ലല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതെന്താവും എന്നാണ് പറയുന്നത്? ആ കോൺട്രാക്റ്റ് വോയിഡ് ആവും. ഇനി പെരിഷിങ് ഓഫ് അൺഎസർട്ടൈൻ ഗുഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അൺഎസർട്ടൈൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ടാവും, അതിൽ നിന്ന് നമ്മൾ എന്താക്കി എടുക്കണം? സെലക്ട് ചെയ്തെടുക്കണം. അങ്ങനെയുള്ളൊരു ഗുഡ്സ് ആണെങ്കിൽ where the contract is for unascertained goods, the perishing of goods will not avoid the contract and the seller will be liable for damages for breach of contract എന്നാണ് പറയുന്നത്. അതായത് in the case of unascertained goods, even if the entire goods are perished, seller will not be relieved from his obligation to deliver certain quantity of goods എന്നാണ് പറയുന്നത്. And he must deliver the same as per agreement. അങ്ങനെ ഒഴിഞ്ഞു കൂടാൻ പറ്റില്ല. ഇപ്പോൾ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എസർട്ടൈൻ ഗുഡ്സ്, ഒരു വെള്ളക്കുതിര മാത്രമേ ഉള്ളൂ, അതങ്ങോട്ട് ചത്തുപോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നേരെ മറിച്ച് ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, അതിൽ നിന്ന് ഇപ്പോൾ നശിച്ചു പോയാലും എന്താവണം എന്നാണ് പറയുന്നത്? സെല്ലർ മസ്റ്റ് ഡെലിവർ ദ ഗുഡ്സ്. അതായത് കോൺട്രാക്റ്റ് എങ്ങനെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ പോകണം.